പെയ്തൊഴിയാത്ത കണ്ണുനീരിനെ നിറപുഞ്ചിരിയോടെ അതിജീവിച്ച ചാരുവിന്റെ കഥ പെയ്തൊഴിയാതെ ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇനി എനിക്ക് അച്ഛനെയും അമ്മയും വിളിക്കുമ്പോ കള്ളം പറയണ്ടല്ലോ. മോൾക്ക് അവിടെ സന്തോഷം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോ സന്തോഷാണെന്ന് ഒരു മടിയും കൂടാതെ പറയുകയും ചെയ്യും. കൂടുതൽ പണിയെടുത്താ കൂടുതൽ കാശുണ്ടാക്കാന്നാ കരുണാകരൻ സാർ പറഞ്ഞത്. ജോലി സമയം കഴിഞ്ഞാലും ഒരു 1.5 മണിക്കൂർ കൂടി ഇരുന്ന് തയ്ക്കണം. കുറച്ച് കഷ്ടപ്പെട്ടാലും അച്ഛന്റെ കടങ്ങള് വേഗം തീർക്കാൻ കഴിയും. ജയന്തി ചേച്ചിയും സൗസവും എല്ലാം ചില ആഴ്ചകളില് ഞായറാഴ്ചയും ജോലിക്ക് വരാറുണ്ട്. അങ്ങനെയും കുറച്ചധികം കാശുണ്ടാക്കാൻ പറ്റും. മാഡം, പാർവതി ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത് കാണിച്ചു തരാമെന്ന് ഞാൻ മാഡത്തിന് വാക്ക് തന്നിട്ടില്ലേ? അവള് നിലവിളിക്കുന്നത് കാണാൻ മാഡം റെഡിയായിട്ട് നിന്നോ? സമയമായി. കത്തിപ്പോയല്ലോ. ഈശ്വര, ചേച്ചി, ജയന്തി ചേച്ചി, ചേച്ചി. എന്താ പറു? എന്തിനാ നീ കരയുന്നേ? എന്താ ഉണ്ടായത്? എന്താ പറു? എന്തിനാ നീ കരയുന്നേ? നീ കാര്യം പറ. ഇതെന്താ ഇങ്ങനെ? ഞാൻ ആ തേപ്പ് പെട്ടി എടുത്ത് ഷർട്ടിൽ വെച്ചപ്പോഴേക്കും ഷർട്ട് കത്തിപ്പോയി. ഏത് തേപ്പ് പെട്ടി വെച്ചാ നീ തേച്ചത്? മേശപ്പുറത്ത് ഒരു തേപ്പ് പെട്ടി ഉണ്ടായിരുന്നു. ജയന്തിയേച്ചി, രഘു ഒരു ഹെവി ഡ്യൂട്ടി അയൺ ബോക്സുമായി അങ്ങോട്ട് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അത് വെച്ചായിരിക്കും അവള് ഷർട്ട് തേച്ചത്. ശ്രദ്ധിക്കണ്ടേ പാറു? ഹെവി ഡ്യൂട്ടി അയൺ ബോക്സ് വെച്ച് ആരെങ്കിലും ഇതുപോലുള്ള ഷർട്ട് തേക്കോ? എനിക്കറിയില്ലായിരുന്നു ജയന്തി ചേച്ചി. കരുണാകരൻ സാർ അറിഞ്ഞു അയാൾ നിന്നെ കൊല്ലാക്കൊല ചെയ്യും, അതുറപ്പാ. അത് അയാളുടെ എന്തോ പ്ലാനാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അവളെ ഇട്ട് വറുക്കാൻ അയാൾക്ക് ഒരു കാരണം കൂടി കിട്ടി. കാരണം കൂടി കിട്ടിയെന്നല്ല, ബുദ്ധിപൂർവം അയാളൊരു കാരണം ഉണ്ടാക്കി. വറുചട്ടി നിന്ന് എരുതിയിലേക്കെന്ന് പറയുന്നത് ഇതിനാണ്. രുദ്രൻ കാരണം നാട്ടിൽ ജീവിക്കാൻ പറ്റാതായപ്പോഴാ അവൾ ഈ ടൗണിലേക്ക് വന്നു. എന്നിട്ടോ എത്തിപ്പെട്ടത് മുതലാളിയെക്കാളും വലിയൊരു കാലന്റെ മുന്നിൽ. ആട്ടെ, ഇനി എന്ത് ചെയ്യാനായിരിക്കും കരുണാകരന്റെ ഐഡിയ? അത് അയാൾക്ക് മാത്രമേ അറിയൂ. എന്തായാലും നമുക്ക് കണ്ട് ആസ്വദിക്കാനുള്ള വകയുണ്ടാവും. ഞാൻ കഷ്ടപ്പാടുകളില്ലാതെ കഴിയുന്നത് ദൈവത്തിന് പോലും ഇഷ്ടമല്ലെന്ന് തോന്നുന്നത്. ഞാനിനി എന്താ ചെയ്യാ ജയന്തി ചേച്ചി? ഈ ഷർട്ട് കത്തിപ്പോയത് കരുനാഗം അറിഞ്ഞോ? ഇല്ല. അയാൾ അറിയണ്ട. ഇതിന്റെ വേറൊരു പീസ് ഞാൻ എടുത്തുതരാം. അത് നോർമൽ തേപ്പ് പെട്ടി വെച്ച് തേച്ച് പാക്ക് ചെയ്ത് അയാൾക്ക് കൊടുത്താൽ മതി. നീ വാ. ഞാൻ തന്ന ഷർട്ട് അയൺ ചെയ്തോ മോളെ? പെട്ടെന്ന് വേണം, ഒരു പാർട്ടി വന്നിട്ടുണ്ട്. അവർക്ക് സാമ്പിൾ കാണിക്കാനാ. അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അയൺ ചെയ്ത് കൊണ്ടുപോവാ.
ജയന്തിയുടെ കയ്യിലെന്താ? ഒന്നുമില്ല സർ. അതല്ലല്ലോ, എന്തോ ഉണ്ട്. കാണട്ടെ. കാണിക്കാനല്ലേ പറഞ്ഞേ? എന്താ ഇത്? ചോദിച്ചു കേട്ടില്ല, എന്താ ഇതെന്ന്? സർ, ഇവൾ ഇതിനു മുൻപ് ഹെവി ഡ്യൂട്ടി അയൺ ബോക്സ് കണ്ടിട്ടില്ല. നോർമൽ അയൺ ബോക്സ് ആണെന്ന് കരുതി ഇവൾ അതെടുത്ത് തേച്ചു. അതുകൊണ്ട് പറ്റിയതാ. പാർട്ടിയെ കാണിക്കാൻ ഞാൻ ഇവൾക്ക് വേറൊരു പീസ് എടുത്ത് കൊടുക്കാം സർ. ഇവൾ അത് അയൺ ചെയ്ത് കൊണ്ടുവരും. പാർട്ടി ഏത് പീസ് കാണിക്കണമെന്ന് നീയാണോ തീരുമാനിക്കണേ? അട്ടയെ പിടിച്ച് മെത്ത കിടത്താൻ നോക്കിയാ കിടക്കില്ലല്ലോ. ഇവിടുത്തെ ചേറിലും ചെടിയിലും കിടക്കാനാ നിന്റെ തലവര. എന്താ ഇവിടെ? മാഡം, ഒരു പാർട്ടി വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? തുടക്കത്തിൽ തന്നെ 2 കോടിയുടെ ബിസിനസ്സാ അവർ നമുക്ക് തരാൻ പോകുന്നു. അവർക്ക് സാമ്പിൾ പീസ് കാണിച്ചു കൊടുക്കണമല്ലോ. ഒരു സാമ്പിൾ പീസ് അയൺ ചെയ്ത് കൊണ്ടുവരാൻ ഞാൻ ഇവളോട് പറഞ്ഞു. എന്നിട്ട് ഇത് കണ്ടിട്ട് എനിക്കൊരു അത്ഭുതം തോന്നുന്നില്ല കരുണാകരൻ സാറേ. ജോലിയിലല്ലോ ഇവിടെ ചിലർക്ക് ശ്രദ്ധ. ആരെക്കൊണ്ടെങ്കിലും പുതിയ ഡ്രസ്സ് വാങ്ങിപ്പിക്കണം, എന്നിട്ട് അതും കൊടുത്ത് ഇവിടെ നടന്ന് ഷോ കാണിക്കണം. നഷ്ടമാണെങ്കിൽ ഈ സ്ഥാപനത്തിനും. അശ്രദ്ധ കാരണം കത്തിപ്പോയത് ഒരു പീസാണെങ്കിലും നഷ്ടം നഷ്ടം തന്നെയാ. ഇങ്ങനെയുള്ളവരെ ഒന്നും ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല കരുണാകരൻ സാറേ. പക്ഷേ പറഞ്ഞു വിടാനുള്ള അധികാരം എനിക്കില്ലല്ലോ മുത്ത മാഡം. കമ്പനിക്ക് നഷ്ടം വരുത്തിയവരെ ശിക്ഷിക്കാനുള്ള അധികാരം പ്രൊഡക്ഷൻ ഹെഡിനുണ്ട്. ഇവളുടെ കാര്യത്തില് ഞാൻ എന്റെ അധികാരം ഒന്നും കാണിക്കുന്നില്ല. ഈ ഗാർമെന്റ്സ് കമ്പനിയിൽ എന്നെക്കാളും അധികാരം ഉണ്ടല്ലോ മാഡത്തിന്. ഇവൾക്കുള്ള ശിക്ഷ മാഡം തന്നെ കൊടുത്താൽ മതി. പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ല. ഇവളെ എങ്ങനെയെങ്കിലും വീണ്ടും ഇവിടെ കയറി പറ്റും. അതിനുള്ള കഴിവൊക്കെ ഇവക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ച് അനുഭവിക്കേണ്ട പണിഷ്മെന്റ് തന്നെ ഇവൾക്ക് കൊടുക്കണം. എന്ത് പണിഷ്മെന്റ്? മാഡം തന്നെ പറയേ. കോമൺ ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് പോകാൻ കഴിയുന്നില്ലെന്നാ സെക്യൂരിറ്റി പറഞ്ഞത്. സ്മെല്ലായിട്ട് പാടില്ല അത്ര. ഇവിടുത്തെ ടോയ്ലറ്റ്സ് മുഴുവൻ ഇവള് ക്ലീൻ ചെയ്യട്ടെ. പ്ലീസ് മാഡം, പാറുവിനെ കൊണ്ട് അങ്ങനൊന്നും ചെയ്യിക്കാൻ പാടില്ല. വേണ്ട, ജയന്തി ചെയ്തു. എന്താ പറ്റുമോ? കരുണാകരൻ സർ, ഈ ഗാർമെന്റ്സ് കമ്പനിക്ക് നഷ്ടം വരുത്തി വെക്കുന്നവര് മിനിമം ഈ പണിഷ്മെന്റ് എങ്കിലും അനുഭവിച്ചിരിക്കണം. തീർച്ചയായിട്ടും വേണം മാഡം. വാടിവിടെ ആ കരുണാകരൻ ആളൊരു ഇല്ലാട് തന്നെയാ. കാശ് സമ്പാദിക്കാൻ വേണ്ടി ടൗണിലേക്ക് വന്ന പൊന്നു മോള് നാറുന്ന ടോയ്ലറ്റ് കഴുകുന്ന കാഴ്ച ആ ജനകനൊന്ന് കാണണം. തന്തയുടെ മോളുടെ ചങ്ക് പൊട്ടിപ്പോവും. അയാളെന്താ വരാത്തത്?